ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് അമ്പഴങ്ങയായിട്ട് വന്നിരിക്കുകയാണ്. അമ്പഴങ്ങ എന്ന് പറഞ്ഞ സാധനം അറിയാലോ, ഏകദേശം മാങ്ങ പോലെയൊക്കെ ഇരിക്കും. ഇത് അമ്പഴങ്ങയുടെ ചെറിയ അമ്പഴങ്ങ, വലിയ അമ്പഴങ്ങയല്ല, ഒരുവിധം ചെറുതാണ്. നല്ല പുളിയാണ്. ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ ഈ അമ്പഴങ്ങ അച്ചാറുണ്ടാക്കും, പിന്നെ ഇതിട്ട് മീനിലൊക്കെ ഉണ്ടാക്കും, പിന്നെ തേങ്ങ അരച്ച് ഒരു കറി വയ്ക്കും. അതൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് വയ്ക്കും. ഇനി ഈ അമ്പഴങ്ങ ഞാൻ ഉപ്പിലിട്ട അമ്പഴങ്ങയാണ്. ഉപ്പിലിടാൻ നിങ്ങളെ കാണിക്കാൻ പറഞ്ഞത്, കാരണം ഇത് ഒരു വർഷത്തിലേറെയായി ഉപ്പിലിട്ട് വെച്ചിട്ട്. അത് കണ്ട ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിൻ്റെ വെള്ളമാണിത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ചിലർക്ക് അറിയില്ലായിരിക്കും അമ്പഴങ്ങ, അപ്പോൾ അതിനാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ വെള്ളമാണ്, ഉപ്പിട്ട വെള്ളം. ഉപ്പ് നമ്മൾ മാങ്ങ ഉണ്ടാക്കണ പോലെ തന്നെ വെള്ളം തിളപ്പിച്ച് ഉപ്പിട്ട് തണുത്തിട്ട് ഇതിനകത്തിട്ടിടും, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇതിപ്പോൾ ഒരു വർഷത്തിൽ ഏറെയായി ഇതിട്ട് വെച്ചിട്ട്. ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ ഇടണ്ട, ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. കുരു മൂത്തിട്ടില്ല, കണ്ടോ? ഈ കുരു നമുക്ക് എടുത്ത് കളയാം. കുരു വേണ്ട, കുരു തിന്നുമ്പോൾ കളഞ്ഞാലും മതി. കണ്ടോ, കുരു കളയാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാം കട്ട് ചെയ്യാം. ചീനിച്ചിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അതിനെ കുറച്ച് നല്ലെണ്ണ ഒഴിക്കുകയാണ്. മതി, ഇത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നല്ലെണ്ണ മതി. ഇനി നമുക്കതിലേക്ക് ഒരൽപ്പം കടുക് കൂട്ടി നമുക്കൊരു നുള്ള് ഉലുവയും കൂടി ഇടാം. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില, ഞങ്ങളുടെ വീട്ടിലുണ്ടായ കറിവേപ്പില കേട്ടോ, കറിവേപ്പില ഇടുന്നു. ഞാനപ്പോഴത്തേക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് കായം പൊടി ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയ പീസ് കായം ഞാൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ പതുക്കെ തിരിച്ച് നുള്ളി ഇട്ട് കൊടുക്കുക. അത് അതിനകത്ത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. ഇച്ചിരിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ശരിയാവും. ഇനി നമുക്ക് ഇതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഏകദേശം അത് ചെറുതായിട്ട് ചൂടുണ്ട്, എന്നാലും മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മുളക് പൊടിക്ക് പകരം ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ അമ്പഴങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ മുളക് പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. ഇതിപ്പോൾ വല്ലാണ്ട് ഞാനിത് മറന്നുപോയതാണ് സത്യം പറഞ്ഞത്. ഇന്നിപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ കുപ്പി അവിടെ ഇരിക്കുന്നുണ്ട്. അച്ചൂടാ, ഇപ്പോൾ ഒരു വർഷത്തിലേറെയാണ്. അപ്പോൾ ഇത്രയും അരിഞ്ഞു പോയത്. അല്ലെങ്കിൽ ഇത് അധികം അലിയാതെ തന്നെ എടുക്കാം. നമുക്കിപ്പോൾ ഉപ്പ് നോക്കാം. ഉപ്പിട്ടതാണല്ലോ ഇത്, ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ പോരാ. ഇനി നമുക്കിതിലോട്ട് മുളക് പൊടി ഇടുകയാണ്. ഞാൻ മുളക് പൊടി അവനവൻ്റെ ആവശ്യത്തിനിടാം, എരിവനുസരിച്ച് ഇടണം. ഇതിപ്പം രണ്ടും കൂടെ മിക്സറാണ്, കാശ്മീരിയും മറ്റേ എരിവുള്ള മുളക് കൂടെ മിക്സ് ചെയ്തിരിക്കുന്നതാണ്. കുറച്ച് ഉപ്പിടാം. ഞാൻ ഉപ്പ് കല്ലാണ് സാധാരണ ഉപയോഗിക്കുന്നത്, എപ്പോഴും പറയണമാണ്. അഥവാ പൊടിയാണെങ്കിൽ ഉപ്പ് പൊടിച്ച് വയ്ക്കാം. ഇനി ഇതിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് നമുക്ക് ഒഴിച്ചിടാം. അപ്പോൾ ഉപ്പ് അലിയുകയും ചെയ്യും. നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം, ബാക്കി വെള്ളം കളയാം. അല്ല ഇപ്പം എന്ത് ചെയ്യാനും. ഇത്രയേ ഉള്ളൂ. ഇതിനി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ ഓഫ് ചെയ്തിരിക്കുകയാണല്ലോ ഫ്ലെയിം. ഇനി ഇതൊന്ന് കത്തിച്ചിട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓണാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ ഇനിയും നോക്കാം നമുക്ക് ഉപ്പൊക്കെ മതിയോ ഒന്നും. ഇപ്പോൾ പുളിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തണുത്ത് വരുമ്പം കുറച്ച് വിനീഗർ ഒഴിക്കാം. പുളിയില്ല, ഇത് പക്ഷേ ഇച്ചിരി പുളി കുറവാണ്, കാരണം ഇത് ചെറുതാണല്ലോ. അതുകൊണ്ട് മൂത്ത് വരുമ്പോഴാണ് നല്ല പുളി വരുന്നത്. അപ്പോൾ ഇതിന് അത്ര പുളി പോരാ. അപ്പോൾ ഞാൻ നോക്കും, ഒന്നും കൂടെ പുളിയില്ലെങ്കിൽ ഞാൻ ഇത്തിരി വിനീഗർ ഒഴിക്കും. അത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. തിളച്ച് വരുന്നുണ്ട്. ഒച്ച കേൾക്കാതെ തിളയ്ക്കണമല്ലോ. നല്ല സ്വാദുണ്ട്. തണുത്ത് വന്നിട്ടുണ്ട് ഏകദേശം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു. നോക്കണം അത് മതിയോ എന്ന്, കാരണം ഇച്ചിരി പുളിയൊക്കെ ഉണ്ടല്ലോ. അച്ചാർ പറയുമ്പോൾ ഇത്തിരി പുളിയുണ്ട്. ഇതിന് പുളിയില്ലാത്തതായതുകൊണ്ടാണ്. പുളി ഉണ്ടെങ്കിൽ ഇത് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് പുളി വളരെ കുറവായിപ്പോയി. അതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിച്ചു. നോക്കട്ടെ പുളി മതിയൊന്നു.
ഇപ്പം പാകത്തിന് പുളിയായി. ഉപ്പ് എരിവ് എല്ലാം പാകത്തിനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അമ്പഴങ്ങയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം നമുക്ക്. അമ്പഴങ്ങ വെറുതെ ഇപ്പം ഞാൻ കാണിച്ചില്ലേ, ഉപ്പിലിട്ട അമ്പഴങ്ങ. ആ അമ്പഴങ്ങ എടുത്തിട്ട് നമുക്ക് തേങ്ങ അരച്ച കറി ഉണ്ടാക്കും. അത് ഞാൻ നിങ്ങളെ കാണിക്കണമായിരുന്നു, പക്ഷെ അമ്പഴങ്ങ ഓർത്തില്ല. അത് ഇപ്പോഴാണ് ഓർക്കണം. തേങ്ങ അരച്ച കറിക്ക് നല്ല ടേസ്റ്റാണത്. പിന്നെ അത് അമ്പഴങ്ങ ചമ്മന്തി പോലെ ഉണ്ടാക്കും. നമ്മൾ മാങ്ങ ഇട്ടുണ്ടാക്കില്ല, അതുപോലെ മീനിലിടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.